നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെറ്റ വയറിന് പോലും ചതിക്കുന്ന മക്കൾ കേരളത്തിലുണ്ട്. കേരളത്തെ നടുക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അടുത്തിടെ നടന്നത്. ഒരു മകൻ മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നു. അതുപോലെ തന്നെ ചില പോക്സോ കേസ് നാടകങ്ങൾ. നമ്മുടെ മക്കൾ ഏത് വഴിക്കാണ് നടക്കുന്നത് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ട് എന്ന് പറയുന്നവരാണ് അധികവും, എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കറിയാത്തവരാണ് നിങ്ങളുടെ മക്കൾ. എന്താ സംശയമുണ്ടോ? കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ അച്ഛനമ്മമാരെ സ്വന്തം പ്രണയത്തിന് തടസ്സം നിന്നതിൻ്റെ പേരിൽ കൽത്തുറുങ്കിൽ അടയ്ക്കാൻ മടിക്കാത്ത മക്കളോ? അതെ, കേട്ടത് സത്യമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ പോക്സോ നിയമത്തെ ആയുധമാക്കി സ്വന്തം അച്ഛന്മാരെ ജയിലിൽ അടച്ച വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മക്കളുടെ തെറ്റായ പ്രണയബന്ധങ്ങളും വഴിവിട്ട പോക്കുകളും ചോദ്യം ചെയ്ത അച്ഛന്മാരും വളർത്തച്ഛന്മാരും ക്രൂരമായ വ്യാജ പോക്സോ കേസുകളിൽ കുടുങ്ങി കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുന്ന അതിഭീകരമായ അവസ്ഥയ്ക്കാണ് ഇന്ന് സാക്ഷര കേരളം സാക്ഷ്യം വഹിക്കുന്നത്. മക്കളുടെ ഭാവി ഓർത്ത് അവരുടെ വഴിവിട്ട സഞ്ചാരത്തെ ചോദ്യം ചെയ്തും രംഗത്തെത്തിയ രക്ഷിതാക്കളെ മക്കളും കാമുകന്മാരും ചേർന്ന് കള്ളക്കേസിൽ കുടുക്കി ജീവിതം തകർത്ത രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലാണ് അടുത്തിടെ കോടതികൾ വിധി പ്രസ്താവിച്ചത്. ഒന്നാമത്തെ സംഭവം പത്തനംതിട്ടയിൽ നടന്നതാണ്. +2 പഠിക്കുമ്പോൾ മകളുടെ വഴിവിട്ട പ്രണയം കണ്ടുപിടിച്ച വളർത്തച്ഛൻ ആ വിവരങ്ങൾ അമ്മയ്ക്ക് കൈമാറി. ഇതിൻ്റെ പകയിൽ മകൾ നൽകിയത് പീഡനക്കേസ്. 60 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട് 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ആ പാവം മനുഷ്യൻ നിരപരാധിയാണ് എന്ന് അടുത്തിടെയാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. എന്നാൽ പ്രണയബന്ധം തകർന്നതിലുള്ള പ്രതികാരവും വിരോധവുമാണ് കേസിന് പിന്നില് എന്ന് ഹൈക്കോടതി ജസ്റ്റിസ് എ ബദറുദ്ദീൻ കണ്ടെത്തി. നീണ്ട കാലം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടും അമ്മയോട് പോലും ഇത്തരം പീഡന വിവരം പറയാതിരുന്നതും പെൺകുട്ടിയുടെ മൊഴികളിലെ വൈരുദ്ധ്യവും കോടതി ചൂണ്ടിക്കാട്ടി. കൂടാതെ വസ്തുതർക്കങ്ങളുടെ പേരിൽ അമ്മയും മകളും ചേർന്ന് പക വീട്ടുവാൻ നടത്തിയ നാടകമാണോ ഇത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയ കോടതി ഇയാളെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി. സമാനമായ സംഭവം കട്ടപ്പനയ്ക്കടുത്ത് അയ്യപ്പൻ കോവിലിലും നടന്നു. പഠനത്തിൽ ശ്രദ്ധിക്കാതെ കാമുകനോടൊപ്പം അനാവശ്യ ബന്ധത്തിന് മുതിർന്ന മകളെ ഉപദേശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത പിതാവിനെതിരെയും സമാനമായ രീതിയിലാണ് ലൈംഗിക അതിക്രമ കേസ് ചുമത്തപ്പെട്ടത്. 12 വയസ്സിന് താഴെയുള്ളപ്പോൾ പിതാവ് തന്നെ പീഡിപ്പിച്ചു എന്നതായിരുന്നു മകളുടെ ആരോപണം. എന്നാൽ അച്ഛനെ ജയിലിലടച്ച സമയം കാമുകൻ രാത്രിയിൽ വീട്ടിലെത്തുകയും വീണ്ടും അയാൾ പിടിയിലാവുകയും ചെയ്തതോടെയാണ് മകളുടെയും കാമുകൻ്റെയും യഥാർത്ഥ ലക്ഷ്യം പുറത്തു വന്നത്. തുടർന്ന് കട്ടപ്പന പോക്സോ കോടതി ഇയാളെ വെറുതെ വിട്ടു. ഇവിടെ കോടതിയുടെ വളരെ ഗൗരവമേറിയ ചില നിരീക്ഷണങ്ങളുണ്ട്. പോക്സോ നിയമങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ കുടുക്കുവാനും പക വീട്ടുവാനും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് എന്ന് കേരള ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു. സ്വന്തം ചോരയെ വിശ്വസിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിക്കുകയാണോ? മാതാപിതാക്കളുടെ കണ്ണുനീരിന് ആരാണ് മറുപടി പറയുക? ചില വിഭാഗം ആളുകൾ വഴിവിട്ട ലാഭങ്ങൾക്കും പകവീട്ടലുകൾക്കുമായി പോക്സോ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നും നിരപരാധികളെ അങ്ങനെ കള്ളക്കേസിൽ കൊടുക്കുന്നത് ഇപ്പോൾ അപൂർവമല്ല എന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിലെ തെളിവുകൾ അതീവ ജാഗ്രതയോടെ പരിശോധിക്കുവാൻ കോടതികൾക്ക് ബാധ്യത ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇത്തരം കേസുകൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ വളരെ ഗൗരവമുള്ളതും ഏറെ വേദന ഉണ്ടാക്കുന്നതുമാണ്. എന്നാൽ ഇവിടെ ആരെയാണ് നമ്മൾ കുറ്റക്കാരായി കാണേണ്ടത്? അങ്ങനെ ആലോചിക്കുമ്പോൾ അത് 1-2 ഘടകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ നിയമവ്യവസ്ഥയും അതിൻ്റെ ദുരുപയോഗവുമാണ്. പോക്സോ നിയമം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുവാനുണ്ടാക്കിയ വളരെ ശക്തമായ ഒരു നിയമമാണ്. ഇരകളാകുന്ന കുഞ്ഞുങ്ങൾക്ക് നീതി വേഗത്തിൽ ലഭ്യമാക്കുവാനും അവരുടെ മൊഴികൾക്ക് പ്രത്യേക പരിഗണന നൽകുവാനുമാണ് നിയമത്തിൽ കർശനമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അപൂർവം ചില സാഹചര്യങ്ങളിൽ ഈ നിയമത്തിൻ്റെ കാർക്കശ്യം സ്വന്തം പകപോക്കലിനായോ മറ്റ് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായോ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. കുറ്റം തെളിയുന്നത് വരെ നിരപരാധി എന്ന സങ്കല്പത്തിന് അപ്പുറം പലപ്പോഴും ആരോപണം ഉയർന്ന ഉടൻ തന്നെ പ്രതി കുറ്റക്കാരനായി സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നു. മറ്റൊന്ന് കുട്ടികളുടെ മാനസികാവസ്ഥയും സാമൂഹിക പ്രവണതകളുമാണ്. അപക്വമായ ചിന്തകൾ, ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരോടുള്ള അടങ്ങാത്ത അമർഷം, പെട്ടെന്നുണ്ടാകുന്ന വൈകാരിക പ്രകോപനങ്ങൾ
ഇവയൊക്കെ ഇത്തരം അങ്ങേയറ്റത്തെ തീരുമാനങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരവും നിയമങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമല്ലാത്ത ധാരണകളും ഇങ്ങനെ ചെയ്താൽ എതിർക്കുന്നവരെ തളർത്താമെന്ന് തെറ്റായ ചിന്ത ഇതിനൊക്കെ ആക്കം കൂട്ടുന്നുണ്ട്. ഇവിടെ മൂല്യബോധത്തിൻ്റെയും ശരിയായ മാർഗനിർദ്ദേശത്തിൻ്റെയും അഭാവം വളരെ പ്രകടമാണ്. ഇനി മറ്റൊന്ന് വിചാരണ തലത്തിലെ വീഴ്ചകളാണ്. പോക്സോ കേസുകളിൽ പ്രാഥമിക അന്വേഷണം നടത്തുമ്പോഴും വിചാരണ ഘട്ടത്തിലും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ വസ്തുതർക്കങ്ങളോ കേസിന് പിന്നിലുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കപ്പെടണം. ഈ കേസുകളിലും നിർണായകമായ തെളിവുകളും മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും ഹൈക്കോടതി വളരെ സൂക്ഷ്മമായി പരിശോധിച്ചത് കൊണ്ടാണ് 3 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമെങ്കിലും ആ മനുഷ്യന് നീതി ലഭിച്ചത്. ചുരുക്കത്തിൽ നിയമം നിർമ്മിക്കപ്പെട്ടത് നിസ്സഹായരായ കുട്ടികളെ സംരക്ഷിക്കാനാണ്. എന്നാൽ നിയമത്തിലെ ഇത്തരം സംരക്ഷണ കവചങ്ങൾ അത് ആയുധമാക്കി മാറ്റുന്ന പ്രവണതയാണ് പ്രണയബന്ധങ്ങളിലോ കുടുംബ തർക്കങ്ങളിലോ ഉണ്ടാകുന്ന പകവീട്ടലുകളും ഭയാനകമായ അവസ്ഥ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നിയമത്തിൻ്റെ കാവൽ കണ്ണുകൾ കൂടുതൽ ജാഗ്രത ഉള്ളതാകുകയും കുട്ടികളിൽ ശരിയായ കുടുംബ ബന്ധങ്ങളുടെയും നിയമപരമായ ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചുള്ള ബോധവൽക്കരണം ഉണ്ടാവുകയുമാണ് ഇതിന് ഏക പരിഹാരം. ഇത്തരം സന്ദർഭങ്ങളിൽ രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ അപക്വമായ തീരുമാനങ്ങളും ഇത്തരം ഗുരുതരമായ ദുരന്തങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുവാൻ രക്ഷിതാക്കൾക്ക് സ്വീകരിക്കാവുന്ന ചില പ്രായോഗിക മാർഗങ്ങൾ ഞാൻ പറയാം. എപ്പോഴും ആശയവിനിമയത്തിൻ്റെ വാതിലുകൾ തുറന്നിടുക. കുട്ടികളുടെ തെറ്റുകൾ കാണുമ്പോൾ പെട്ടെന്ന് പ്രകോപിതരാകാതെ കാര്യങ്ങൾ ശാന്തമായി കേൾക്കുവാൻ തയ്യാറാകുക. ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള ഒരു സാഹചര്യം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. മറ്റൊന്ന് ഒരു തുറന്ന പോരിന് ഒരിക്കലും നിൽക്കാതിരിക്കുക എന്നതാണ്. മക്കൾ ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെട്ടാൽ പൊതുമധ്യത്തിലോ അയൽപക്കത്തുള്ളവരുടെ മുൻപിൽ വെച്ചോ അവരെ അപമാനിക്കുന്നതും അമിതമായി ആക്രോശിക്കുന്നതുമെല്ലാം ഒഴിവാക്കുക. ഇത് അവരിൽ കൂടുതൽ പ്രതികാര ബുദ്ധിയും ആത്മഹത്യാപരമായ പ്രവണതകളും ഉണ്ടാക്കിയേക്കാം. പ്രൊഫഷണൽ കൗൺസിലിംഗ് തേടുക. കുട്ടികൾ വാശി പിടിക്കുകയോ ഉപദേശങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അനുഭവ പരിചയമുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ ചൈൽഡ് കൗൺസിലർമാരുടെയോ സഹായം തേടുക. പലപ്പോഴും മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ കൃത്യമായി മൂന്നാമതൊരാൾക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും. കുട്ടികളുടെ ഡിജിറ്റൽ ലൈഫ് രഹസ്യമായി നിരീക്ഷിക്കുക. മക്കളുടെ ഓൺലൈൻ ഇടപെടലുകൾ പൂർണ്ണമായും തടയുന്നതിന് പകരം പോസിറ്റീവായ രീതിയിൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ അവരെ പ്രേരിപ്പിക്കുക. സാങ്കേതിക വിദ്യ വഴി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനേക്കാൾ സുരക്ഷിതമായി അതിലെ അപകടങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മറ്റൊന്ന് നിയമപരമായ മുൻകരുതലുകളും തെളിവുകളുമാണ്. അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സംഭാഷണങ്ങളുടെയും ഉപദേശങ്ങളുടെയും വിവരങ്ങൾ കൃത്യമായി കുടുംബത്തിലെ മറ്റ് മുതിർന്നവരുമായോ അല്ലെങ്കിൽ നിയമ വിദഗ്ധരുമായോ മുൻകൂട്ടി അറിയിച്ചു വെക്കുന്നത് ഭാവിയിലെ വ്യാജ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു പരിധിവരെ സഹായിച്ചേക്കാം. കുട്ടികൾക്ക് എപ്പോഴും സ്നേഹവും പിന്തുണയും ഉറപ്പു നൽകുക. നീ ഏത് തെറ്റ് ചെയ്താലും അച്ഛനും അമ്മയും നിൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷേ ഈ വഴി ശരിയല്ല എന്ന തരത്തിലുള്ള സുരക്ഷിതത്വ ബോധം മക്കളിൽ വളർത്തിയെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.